അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അബൌട്ട് ഇസ്ലാം 2.0 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം മനുഷ്യബന്ധങ്ങളെ കുറിച്ചാണ്. നാം ജീവിക്കുന്ന ഭൂമി എത്ര മനോഹരമായാണ് അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നത്. കോടാനും കോടി ജീവജാലങ്ങൾ, വിവിധ ഇനം ജന്തുവർഗങ്ങൾ, പക്ഷികൾ, പാമ്പുകൾ, പ്രാണികൾ, എല്ലാത്തിനും ആവശ്യമായ വിവിധ ആവാസ വ്യവസ്ഥകൾ എത്ര കൃത്യമായിട്ടാണ് ക്രമീകരിച്ചത്. അവയുടെ ഭംഗിയും പ്രൗഢിയും സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടാതെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടായിരിക്കണം മുസ്ലിം ജീവിക്കേണ്ടത്. ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ട വിഭാഗമാണ് മനുഷ്യർ. സൂറത്തു ഇസ്രായിലെ 70-ാമത്തെ ആയത്ത് നോക്കൂ. വലഖദ് കറംനാ ബനി ആദം, നിശ്ചയം ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ഇക്കാര്യം അള്ളാഹു അറിയിച്ചത് മനുഷ്യർ പരസ്പരം ആദരവോടെ കഴിയാൻ തന്നെയാണ്. വിവിധ നിറങ്ങളിലുള്ളവർ, വലിയവർ, ചെറിയവർ, നീണ്ടവർ, കുറിയവർ, വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ച് വിവിധ പ്രദേശങ്ങളിൽ വിവിധ കുടുംബങ്ങളിൽ കഴിയുന്നവർ എന്നൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും നാം ഒന്നാണ്. എല്ലാവരെയും അള്ളാഹു ആദരിച്ചിട്ടുണ്ടെന്ന തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടായാൽ ഈ ലോകം എത്ര സുന്ദരമായി തീരും. എന്തുമാത്രം സമാധാനം അതിലൂടെ ലഭിക്കും. ആരാണ് അതുണ്ടാക്കേണ്ടത്? നാം തന്നെയല്ലേ? മനുഷ്യബന്ധങ്ങൾ പവിത്രമാക്കാൻ നമുക്ക് എത്ര വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്ത് നോക്കൂ. മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ അന്യോന്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രവും ആക്കിയിട്ടുള്ളത്. നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളും മതം വേണ്ട എന്ന് പറയുന്നവരും ജീവിക്കുന്നുണ്ട്. പ്രവാചകന്റെ നാട്ടിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ മാനുഷിക സൗഹാർദ്ദം നിലനിർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച മാതൃക ഉദാത്തമാണ്. നബിയുടെ ഇടപാടുകളിലോ പെരുമാറ്റങ്ങളിലോ മുസ്ലിങ്ങളല്ലാത്തവരോട് ഒരു തരത്തിലുള്ള തൊട്ടുകൂടായ്മയും കാണിച്ചിരുന്നില്ല. ഒരു സംഭവം കാണുക. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ ഒരിക്കൽ ഒരു മൃതദേഹം കൊണ്ടുപോകുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, അതൊരു ജൂതന്റെ മൃതദേഹമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, അയാളും ഒരു മനുഷ്യനല്ലേ? ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ നോക്കൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പടയങ്കി ഏതാനും ഭക്ഷണത്തിനു വേണ്ടി ഒരു യഹൂദിയുടെ അടുക്കൽ പണയപ്പെടുത്തി. മദീന ഹിജ്റ വേളയിൽ വഴികാട്ടിയായി തിരഞ്ഞെടുത്ത അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്ത് എന്ന വ്യക്തിയും ബഹുദൈവാരാധകനായിരുന്നു. ഏത് ജനവിഭാഗത്തോടും തങ്ങളുടെ ആദർശത്തിനു ഭംഗം നേരിടാത്ത വിധം സഹകരണവും സഹായവും മുന്നോട്ട് വെക്കുന്നതിനും അവർക്കായി പുണ്യം പ്രവർത്തിക്കുന്നതിനും ഇസ്ലാം വിലക്കുന്നില്ല. അള്ളാഹു സൂറത്തു മുംതഹിനയിലെ 8-ാമത്തെ ആയത്തിൽ പറഞ്ഞു നോക്കൂ. മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നതുവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്മ ചെയ്യുന്നതും അവരോട് നീതി പാലിക്കുന്നതും അള്ളാഹു നിങ്ങളോട് വിലക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. നബിയുടെയും സ്വഹാബികളുടെയും സൗഹാർദ്ദത്തോടെയുള്ള ഇടപെടലുകളും പെരുമാറ്റവും കാരണത്താൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായികളാകാനും മുസ്ലിങ്ങൾക്ക് അഭയം നൽകാനും മുസ്ലിങ്ങളല്ലാത്തവർ മുന്നോട്ട് വന്നിരുന്നത് ചരിത്രം വസ്തുതയാണ്. വർത്തമാനകാലത്ത് നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുന്നവർ മനുഷ്യന്റെ വില മനസ്സിലാക്കാനും പരസ്പരം ആദരിക്കാനും തയ്യാറാകേണ്ടിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.